4ാമത്തെ വർഷത്തിലാണ് ഈ സംഘർഷം ഉണ്ടായത്. 5 വർഷമാണ് LLB, ഇന്റഗ്രേറ്റഡ് കോഴ്സാണ്. 4ാമത്തെ വർഷം ആയപ്പോഴേക്കും ഒരു ഹോസ്റ്റൽ ഡേയുടെ അന്ന് രാത്രി ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി ഒരു 5-6 ആളുകൾ വളഞ്ഞിട്ട് മർദ്ദിക്കുകയായത്. ഒറ്റയ്ക്കായിരുന്നു, നമുക്കിത് മനസ്സിലാവുന്നത് പോലും ഇല്ല ഇവർ ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഒരു കാര്യം സംസാരിക്കേണ്ടതുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോയതാണ്. പുറകിൽ നിന്നാണ് അടിക്കുന്നത്, ഡെസ്കിന്റെ കാലെടുത്തിട്ടാണ് അടിക്കുന്നത്. ആദ്യം പുറകിൽ നിന്ന് തലയുടെ വിളിക്ക് അടി വരുന്നത്. അപ്പോൾ നമ്മൾ ബോധം കിട്ടാണ്ട് വീഴുകയാണ്. ഇത്രയും ആൾക്കാർ വളഞ്ഞു നിന്ന് ഒരു രാത്രി മുഴുവൻ നമ്മളെ ഭേദ്യം ചെയ്യുക, ചവിട്ടുന്നു, കുത്തുന്നു, വടിയെടുത്ത് അടിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ പല്ല് പോയിട്ടുണ്ട്, എൻ്റെ കണ്ണ് കലങ്ങിയിട്ടുണ്ട്, മേലെ മുഴുവൻ ചോര ഏൽപ്പിച്ചു. ഇവരെന്നെ ആശുപത്രി പോകാൻ പോലും സമ്മതിച്ചില്ല. കാരണം കേസാവുമല്ലോ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ. പിന്നീട് എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ആൾക്കാർ വിവരം അറിഞ്ഞു വന്ന് അവരാണ് എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. ഞാൻ അടുത്ത ദിവസം നാട്ടിലേക്ക് പോയിട്ട്, ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ കമ്മീഷണർക്ക് പോയിട്ട്, അന്ന് മനോജ് എബ്രഹാം ആയിരുന്നു തിരുവനന്തപുരം സിറ്റി കമ്മീഷണർ, മനോജ് എബ്രഹാമിന് പോയിട്ട് പരാതി കൊടുത്തു. അതിനുശേഷം ഞാൻ നാട്ടിൽ പോയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അവിടെ എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അങ്ങനെയാണ് അതിൽ കേസ് എടുക്കുന്നത്. കേസിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും ശ്രമങ്ങളും ഒക്കെ ഉണ്ടായി. കോളേജിൽ ഇനി തുടർന്ന് പഠിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. കാരണം SFIനെ എതിർത്തുകൊണ്ട് ഒരാൾക്ക് ആ കോളേജ് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു പിന്തുണ ആവശ്യമായിരുന്നു ആ ഘട്ടത്തിൽ. ആ സമയത്താണ് ഞാൻ വിചാരകേന്ദ്രത്തിൽ പോയിട്ട് പരമേശ്വർജിയെ കാണുന്നതും പരമേശ്വർജിയോട് എൻ്റെ സാഹചര്യങ്ങളൊക്കെ പറയുന്നു. പരമേശ്വർജി എന്നോട് അവിടെ നിന്നോളൂ, തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നീട് അങ്ങനെ വിചാരകേന്ദ്രത്തിന്റെ ഭാഗമായി സംസ്കൃതി ഭവനിൽ നിന്നുകൊണ്ടാണ് അവസാനത്തെ 2 വർഷം ഞാൻ LLB പഠനം നടത്തുന്നത്. ആ സമയത്ത് ഞാൻ അവിടുത്തെ ABPയിൽ പ്രവർത്തനം ആരംഭിച്ചു. കാരണം അങ്ങനെ ഒരു ബദൽ വേണം എന്നൊരു കാഴ്ചപ്പാട് എനിക്കുണ്ടായി. നമ്മൾ ഇതിനെ എതിർത്താൽ മാത്രം പോരാ, ശരിയായിട്ടുള്ളൊരു ബദലിനെ അവിടെ സൃഷ്ടിക്കുകയും കൂടി വേണം എന്നൊരു കാഴ്ചപ്പാട് എനിക്കുണ്ടായി.